വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് പ്രധാനം. ആ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കേരളത്തിന്റെ ധാതുമണലും തോറി അടക്കമുള്ള വ്യവസായങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കാനുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിന്റെ തീരം, കേരളത്തിന്റെ കടൽ, കേരളത്തിലെ ധാതുമണൽ, ഇത് മൂന്നും തീരെഴുതാൻ പോവുകയാണ്. ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിട്ടുള്ള, ഏറ്റവും എക്സ്ട്രീം ഫാർ റൈറ്റ് ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ട്രംപിന്റെ നെതന്യാഹുവിനും എതിരായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചോ അത് മുന്നോട്ട് പോകേണ്ട വഴിയെക്കുറിച്ചോ അതിനാവശ്യമായുള്ള ധനതന്ത്രത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതെ പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപറ്റം വസ്തുതകളും ഒരുപറ്റം കണക്കുകളും വെച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമായിട്ട് അത് സർവത്ര മാറിയിരിക്കും. ഐഡിയോളജിക്കലായും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഫാൾസ് നെറേറ്റീവ്സ് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയി ധവളപത്രം പോലുള്ള ഒരു ഗൗരവപ്പെട്ട ഡോക്യുമെന്റിനെ അധപ്പതിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പരാമർശം സംസ്ഥാനത്തിന് ആവശ്യമായ വിഭവങ്ങളില്ലാത്തതിനാൽ ഉന്നത വിദ്യാഭ്യാസം, AI, ക്ലൗഡ് ടെക്നോളജി, IT ആപ്ലിക്കേഷൻ, നമ്മുടെ റെയർ മിനറൽസ്, ഇത്രയും വിഭാഗങ്ങൾ സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അപ്പൊ നിലവില് ഈ റെയർ മിനറൽസ് ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുന്ന ഒരു വിഷയമാണല്ലോ. അതിൻ്റെ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ ഡാറ്റാ സെന്ററുകൾ വരുന്നെന്നും അദാനി ഡാറ്റാ സെന്ററുകൾക്കും മറ്റുമായിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചർച്ചയും നടക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇതിനെ വിലയിരുത്തുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ റെയറത്തിന്റെ കാര്യത്തിനകത്ത് ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ഇടക്കാല ബഡ്ജറ്റിനകത്ത് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് റെയറത്ത് മിഷൻ എന്നുള്ളതും റെയറത്ത് കോറിഡോർ, റെയറത്ത് ഇടനാഴി എന്നുള്ളതും, അതായത് വിഴിഞ്ഞം മുതൽ കൊച്ചി വരെയുള്ള ഇടനാഴി. ഇതിനകത്ത് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? കേരളത്തിന്റെ തീരത്ത്, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ഉള്ള തീരത്ത്, ഇത് കടലിന്റെ തീരത്ത് മാത്രമല്ല, കടലിനകത്തുണ്ട്. കടലിനകത്തുനിന്ന് അടിച്ചിട്ടാണല്ലോ തീരത്തേക്ക് വരുന്നത്. ഇതിനകത്ത് വളരെ ഇൽമനൈറ്റ് റിച്ച് ആയിട്ടുള്ള, മിനറൽ റിച്ച് ആയിട്ടുള്ള സാൻഡാണ്. അപ്പോ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തുനിന്ന്, ചവറ ബ്ലോക്കിൽ നിന്ന് ആ മണലെടുത്ത് അരിച്ചെടുത്താൽ, ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ 15% ഇൽമനൈറ്റ് ഉണ്ട്. ആ ഇൽമനൈറ്റ് അടുത്ത ഘട്ടത്തിൽ എന്താണ്? റൂട്ടൈലാവും. ആ റൂട്ടൈൽ എന്താവും? വന്ന് എവിടെ എത്തുക? ടൈറ്റാനിയം ലോഹത്തിലാണ് എത്തുക. സോ ഇറ്റ്സ് എ സ്ട്രാറ്റജിക് മിറർ. വളരെ പ്രധാനപ്പെട്ട മെറ്റലാണ്, വളരെ വിലയുള്ള മെറ്റലാണ്. മോണോസൈറ്റ് ഉണ്ട്. മോണോസൈറ്റ് എന്തിനാ ഉപയോഗിക്കുക? മോണോസൈറ്റ് ഉപയോഗിക്കുന്നത് അതൊരു ആറ്റമിക് മിനറലാണ്. ഒരു ആറ്റമിക് മിനറൽ നേരത്തെ ആറ്റമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ റെഗുലേഷനകത്താണ്. ഇപ്പൊ അതൊക്കെ ഡീറെഗുലേറ്റ് ചെയ്തു. അപ്പോ ഇതിനകത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം എന്ന് പറയുകയും കേരളത്തിൽ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അൺബണ്ടിൽ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണമെന്ന് വേറൊരു തരത്തും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി റെഡ് ടുഗദർ. അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിന്റെ തീരം, കേരളത്തിന്റെ കടൽ, കേരളത്തിലെ ധാതുമണൽ, ഇത് മൂന്നും തീരെഴുതാൻ പോവുകയാണ്. ആർക്ക് എന്നുള്ളത് അറിയില്ല. അത് അദ്ദേഹത്തിന്റെ മെയ് 1 മംഗലാപുരം യാത്രയുമായിട്ടെല്ലാം ചേർത്ത് വെച്ച് കേരളത്തിന്റെ രാഷ്ട്രീയം വായിക്കട്ടെ എന്ന് പറയാനേ സാധ്യതയുള്ളൂ. ബട്ട് ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിന്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് പ്രധാനം. ആ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കേരളത്തിന്റെ ധാതുമണലും തോറി അടക്കമുള്ള വ്യവസായങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കാനുള്ളതാണ്. അതിനകത്ത് നഗ്നമായി എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ അമേരിക്ക ഒരു കരാർ വന്നിരിക്കുന്നു. ആ കരാറ് ചെറിയൊരു കരാറല്ല. കാരണം ഈ മോണോസൈറ്റിന് വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ ആശ്രയിക്കുന്നത് പൂർണ്ണമായിട്ടും ചൈനയാണ്. അപ്പം ആഗോള രാഷ്ട്രീയത്തിനകത്ത്, ആഗോള അന്തർദേശീയ ബന്ധങ്ങളുടെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനകത്ത് കമ്മ്യൂണിസം ലോകത്തെമ്പാടും തകർന്നു പോയി എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചൈന ഭരിക്കണം എന്ന് അറിഞ്ഞുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നമ്മൾ ഇവിടുത്തെ ജനസഞ്ചയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിട്ടുള്ള, ഏറ്റവും എക്സ്ട്രീം ഫാർ റൈറ്റ് ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ട്രംപിന്റെ നെതന്യാഹുവിനും എതിരായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ട്രംപിന്റെ ഒരുപാട് തന്ത്രങ്ങളിൽ ഒന്നാണ് ഈ അമേരിക്ക ഇന്ത്യ കരാർ എന്ന് പറയുന്നത്.
അതിന്റെ ഭാഗമായിട്ട് ഈ മിനറൽസിനെ സംബന്ധിച്ചുള്ള സംഗതികൾ എന്തിന് ആണവ ഊർജ നിർമ്മാണം പോലും അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ രേഖകൾ, അതിന്റെ കണക്കുകൾ, ഡാറ്റ ഇതെല്ലാം സ്വീകരിക്കാനും സ്വരുക്കൂട്ടാനുമുള്ള അവകാശം സ്വകാര്യ ഏജൻസികൾ കൊടുക്കുകയാണ്. പ്രധാനമായിട്ടും അദാനി തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. അദാനി ഗ്രൂപ്പിന് കേരളത്തിലെ പുതിയ ഭരണകൂടവുമായിട്ടുണ്ടാകുന്ന ഒരുതരം നിഗൂഢാത്മകമായിട്ടുള്ള ബന്ധം. അതാണ് മെയ് 1 സതീശന്റെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത് ചോദിക്കാത്തത് എന്ന് എനിക്കറിയില്ല. എന്തിനാണ് അദ്ദേഹം യാത്ര ചെയ്തത്, ആരാണ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തത് എന്നുള്ളത്, അതിന്റെ എല്ലാം പ്രതിഫലനം ഇതിനകത്തുണ്ട്. അപ്പോ കണക്ക്, കേരളത്തിലെ മിനറൽസിനെ സംബന്ധിച്ചുള്ള കണക്ക്, അതിന്റെ സ്വാധീനം എത്രയുണ്ട് കരയിലുണ്ടെന്നുള്ളതല്ല, എത്ര കടലിലുണ്ടെന്നുള്ളതും കണക്കാണ് കേട്ടോ. എത്ര കടലിലുണ്ടെന്നുള്ളതും കണക്കാണ്. അപ്പോ കടൽ മണൽ ഖനനം എന്നുള്ളത് ഒരു ഡെമോക്രാസിന്റെ വാള് പോലെ കേരളത്തിലെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. കേരളത്തിൽ വാസ്തവത്തിൽ ഈ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യണത് എന്താ? കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം കൈകാര്യം ചെയ്യണോ അതോ ലത്തീൻ കത്തോലിക്ക കൈകാര്യം ചെയ്യണോ എന്നുള്ളതാണ്. കേരളത്തിലെ മുക്കുവന്മാർ, മത്സ്യം പിടിക്കുന്നവർ, അവരുടെ മേലുള്ള ഡെമോക്രാസിന്റെ വാളാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ ഒരു രൂപരേഖ കൂടി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം. ഇതോടൊപ്പത്തിൽ പരാമർശിക്കുന്ന ഒരു വിഭാഗം ഉന്നത വിദ്യാഭ്യാസമാണ്. പറയുമ്പോൾ തന്നെ നമ്മള് പിണറായി സർക്കാരിന്റെ കാലത്ത് ആണ് സ്വകാര്യ സർവകലാശാല ഇൻവൈറ്റ് ചെയ്തു എന്നുള്ള അവസ്ഥയും കൂടി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വർഷം കൂടി ഉണ്ടല്ലോ ഇതിനകത്ത്. നമ്മുടെ ഒരു ആഗോള സാഹചര്യം ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ ക്യാമ്പസുകൾ എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ളത് ഒരു ഗൗരവമുള്ള പ്രശ്നമാണ്. കേരളത്തിന് എപ്പോഴും ഒരു പരാധീനതയായി കേൾക്കുന്നത് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമാണ്. നമുക്കൊരു കാര്യം നമ്മൾ വസ്തുതാപരമായി അംഗീകരിക്കേണ്ടത്, മനുഷ്യൻ ആഗ്രഹിക്കുന്ന, തേടുന്ന എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങളും കേരളത്തിനകത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. അത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ നേരിട്ട്. പക്ഷേ അത്തരം സംവിധാനങ്ങൾ സമ്പൂർണമായ സാമൂഹ്യ നിയന്ത്രണത്തോടെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ സാധ്യമാവുള്ളൂ. അത് വേണ്ടിവരും. എന്നാൽ ഇവിടെയുള്ള നിർദ്ദേശം എന്താ? ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, സംസ്ഥാന സർക്കാരിന്റെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഭൂമിയുമെല്ലാം ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതെന്തൊരു ഏർപ്പാടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്തുകൾ അവർക്ക് വിറ്റിട്ടല്ല ഇത് ചെയ്യേണ്ടത്, അവർക്ക് കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത്. മറിച്ച് കേരളത്തിന്റെ സോഷ്യൽ ആയിട്ടുള്ളൊരു ദർശനമുണ്ട്, സാമൂഹ്യ ദർശനമുണ്ട്. ആ ദർശനത്തെ ബലികഴിക്കാതെ സാമൂഹ്യ നിയന്ത്രണത്തോടെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഭിന്നമായി കേരളത്തിന്റെ സമ്പത്ത് തന്നെ അവർക്ക് കൊടുക്കുക, എന്നിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനർത്ഥം. അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നാണ് എൻ്റെ പക്ഷം. ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സിന്റെ 77% ശമ്പള ചെലവാണ് എന്നുള്ളത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം സാറ് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഏറ്റവും ഈ ശമ്പള ചെലവുമായിട്ട് ബന്ധപ്പെട്ട ശമ്പള ചെലവ് കുറഞ്ഞു. അപ്പൊ അതിനെ പറ്റി ഒരു പരാമർശം. ശമ്പള ചെലവ്, ശമ്പളം, പെൻഷൻ, പലിശ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചെലവ്. അപ്പൊ അതിനെ പലതരത്തിൽ കണക്കുകൾ വെച്ച് നോക്കാം. എങ്ങനെയാണ് നോക്കാൻ പറ്റുന്നത്? നമ്മുടെ ആകെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് എന്നതൊരു കണക്കാണ്. ആകെ വരുമാനത്തിന്റെ ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ചെലവും ആകെ വരുമാനം ഒന്നായിരിക്കും. ബഡ്ജറ്റ് ബാലൻസ് ചെയ്തല്ലേ പോകും. അപ്പോൾ ആകെ ബഡ്ജറ്റ് ചെലവിന്റെ എത്ര ശതമാനമാണ് ശമ്പളം, പെൻഷൻ എന്നുള്ളത് ചെലവ് എന്ന് പറയും. ഇത് 40%, 45%. ഇതാണ്. ഇനി ഇത് തിരിച്ച് നമ്മുടെ റവന്യൂ വരുമാനത്തിന് എത്ര ശതമാനമാണെന്ന് കണക്കാക്കിയാലോ? 71%, 72% വരും റവന്യൂ വരുമാനം. റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? കട ഒഴിച്ചുള്ള വരുമാനം എന്ന് കണക്കാക്കിയാണ്. സിമ്പിൾ. അപ്പം അത് വേറൊരു കണക്കല്ലേ കിട്ടുക. അപ്പൊ ഈ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആകെ ചെലവിന്റെ 41-42% ശമ്പളവും പെൻഷനും വരിക. റവന്യൂ വരുമാനത്തിന്റെ, കടമൊഴിച്ചുള്ള വരുമാനത്തിന്റെ 71% വരുമാനത്തിന്റെ ആകെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിങ്ങനെ വ്യത്യസ്തമായ കണക്കുകൾ പറയാം. ഈ ശമ്പള ചെലവ് അപ്പാടെ ഭയങ്കര അപരാധമാണ്. ഇപ്പോ ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താ? ഈ സർക്കാർ കുറെ ആശുപത്രി കെട്ടിയിട്ടു അവിടെ ഒന്നും ഡോക്ടർമാരില്ല,
ഈ ഡോക്ടർമാരെ വെക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കിഫ്ബിയുടെ പണം കൂടുതൽ ചെലവഴിച്ച ജില്ല എറണാകുളം ആണെന്ന് പറഞ്ഞല്ലോ. ഒരു 600 കോടി രൂപ കൊച്ചി ക്യാൻസർ സെന്റർ ഉണ്ട്. കൊച്ചി ക്യാൻസർ സെന്റർ കൊച്ചിക്ക് വേണ്ടിയിട്ടുള്ള നല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷെ അവിടെ 200 തസ്തികയുണ്ട്. 200 ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ടെക്നിക്കൽ തസ്തികയുണ്ട്. 200 തസ്തിക. എത്രയൊക്കെ ശമ്പള ചെലവ്? എത്രയൊക്കെ ശമ്പള ചെലവ്? അത് വേണ്ടെന്നാണോ? അത് അനാവശ്യ ചെലവാണെന്നാണോ? കേരളത്തിൽ അത് അനാവശ്യ ചെലവാണെന്നാണോ? നമ്മൾ കൂടുതൽ കോഴ്സുകളും കൂടുതൽ കോളേജുകളും വേണമെന്നല്ലേ ആവശ്യപ്പെടുന്നത്, അല്ലേ? അത് വേണ്ടെന്നാണോ? ഈ ധവളപത്രത്തിനകത്ത് അതിന്റെ ഫിലോസഫി പ്രകടമാക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അറിയാൻ പറയാം. ടു മച്ച് സ്കൂൾസ്, ടു മച്ച് ടീച്ചേഴ്സ്, ബട്ട് സോ പുവർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നിങ്ങളുടെ സ്കൂളുകൾ ജനന നിരക്കിലെ കുറവിനനുസരിച്ച് റാഷണലൈസ് ചെയ്യണം എന്ന് പറയുന്നതും ഒരുപാട് അധ്യാപകർ, ഒരുപാട് സ്കൂളുകൾ എന്തിനാണിത് എന്ന് ചോദിക്കുന്നതും തമ്മിൽ ദർശനപരമായും രാഷ്ട്രീയമായും വ്യത്യാസമുണ്ട്. അപ്പോ ഈ ശമ്പളം എല്ലാം കുഴപ്പമാണെന്ന് കരുതുന്നവരുടെ ഫിലോസഫിയാണ് അതിനകത്തുള്ളത്. അപ്പൊ ഡോക്ടർമാര് ചെലവ് നമുക്ക് അനാവശ്യ ചെലവാണ്, അത് റവന്യൂ ചെലവാണ്, അതുകൊണ്ട് വേണ്ടതില്ല. ഒരു സെമിനാറിനകത്ത് ഒരു പണ്ഡിതൻ, പ്രാമാണികനായ പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതാക്കാനുള്ള ഒരു ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്നറിയോ? എയ്ഡഡ് കോളേജുകൾക്കും സ്കൂളുകൾക്കും ശമ്പളം കൊടുക്കും. സിമ്പിൾ. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വികാസത്തെ കുറിച്ച് കാൽക്ലാസിന് ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റുമോ നമുക്ക്? കേരളത്തിൽ അവസ്ഥ തന്നെ. പിന്നാക്ക വിഭാഗക്കാർക്ക്, പട്ടിക വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് ആരാ? മിഷൻ സ്കൂളുകളല്ലേ, മിഷണറി സ്കൂളുകളല്ലേ, എയ്ഡഡ് സ്കൂളുകളല്ല. ആ സ്കൂളുകളുടെ കയ്യിലുള്ള വലിയ സമ്പത്ത്, ഭൂസ്വത്ത്, ഇതെല്ലാം ഇനി സ്വകാര്യവൽക്കരിക്കാനാണോ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ വാസ്തവത്തിൽ ഇപ്പൊ നമ്മുടെ പൊതു മുതലാണ്. ശമ്പള ചെലവ് എന്ന് പറയുന്നത് മഹാപരാധമാണ് എന്നുള്ളത് ഒരു നെറേറ്റീവാണ്. ആ നെറേറ്റീവിന്റെ പ്രശ്നം, അതിന്മേലാണ് കേരളം ഇന്ന് അതിന്റെ ജീവിത ഗുണത കെട്ടിപ്പടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ്. ശമ്പള ചെലവ് ആകെ ചെലവിന്റെ ശതമാനമായിട്ട് കഴിഞ്ഞ 5 വർഷമായി കുറയുകയാണ്. ശമ്പള പരിഷ്കരണം ഇപ്പോൾ ശ്രീ സതീശൻ നടപ്പിലാക്കിയാൽ അത് സ്കൈ റോക്കറ്റ് ചെയ്യും. അത് കുറച്ചു നിർത്തണമെങ്കിൽ എന്താ മാർഗമുള്ളത്? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കരുത്. അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ ഇതിനകത്തുണ്ട്. 10 വർഷത്തിലൊരിക്കലും മതി ശമ്പള പരിഷ്കരണം. രണ്ടാമത്തെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങളുടെ പെൻഷൻ പ്രായം കൂട്ടണം. പെൻഷൻ പ്രായം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് 6000-7000 കോടി രൂപ ലാഭിക്കാം ഈ ഒരു വർഷം. 6000 ഡെഫർ ചെയ്യാം, മാറ്റാം, ഇപ്പൊ കൊടുക്കണ്ട. ഇപ്പൊ ഈ വട്ടത്തെ ലാഭമാണ്. മാർച്ച് അടുത്ത ഏപ്രിൽ ഡിഫറൻറ്റ് വേൾഡ്. അപ്പൊ അത്രേ വരുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? അവർ തന്നെ പ്രിസ്ക്രിപ്ഷൻസ് എഴുതി ഉണ്ടാക്കിയിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ്. ഈ ശമ്പള ചെലവ് എന്ന് പറഞ്ഞാൽ അതിന്റെ 80%, 82% നമ്മൾ വിചാരിക്കുന്ന പോലെ ഭരണച്ചെലവല്ല. കേരളത്തിന്റെ വികസനം, പള്ളിക്കൂടങ്ങളും ആശുപത്രികളും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ചെലവാണ്. അത് വേണ്ടതില്ല എന്ന ഫിലോസഫിയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അത് തുറന്നു പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കണം. പിന്നെ പെൻഷന്റെ കാര്യമാണ്. പെൻഷന്റെ കാര്യം ഇവര് കഴിഞ്ഞ പ്രതിപക്ഷത്തായിരുന്നപ്പോഴത്തേക്ക് മുഴുവൻ പ്രചരിപ്പിച്ച സംഗതി എന്താ? ഇവർ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണില്ല എന്നല്ലേ? പങ്കാളിത്ത പെൻഷൻ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരാത്തത് എന്നുള്ളതല്ലേ? അപ്പോ രാഷ്ട്രീയമായും ഐഡിയോളജിക്കലായും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഫാൾസ് നെറേറ്റീവ്സ് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയി ധവളപത്രം പോലുള്ള ഒരു ഗൗരവപ്പെട്ട ഡോക്യുമെന്റിനെ അധപ്പതിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പെൻഷൻ പ്രായം കൂട്ടുന്നതിന്റെ പ്രശ്നം പറയുമ്പോൾ തന്നെ DFI ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നിലവിലുള്ള തൊഴിൽ പ്രതിസന്ധി പിന്നെ രൂക്ഷമാക്കിയല്ലേ ചെയ്തത്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്, ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത്, ഒരു 30 വർഷം സർവീസിൽ കയറുന്ന ഒരു സ്ത്രീ 26 വർഷം സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യും. 56. അവരുടെ ശരാശരി ആയുർദൈർഘ്യം എത്രയാ? 80 വയസ്സാണ് ഇപ്പോൾ. എത്ര വർഷം? 26 വർഷം സർവീസും 26 വർഷം പെൻഷനും മേടിക്കും. മനുഷ്യന് കൂടുതൽ ജീവിച്ചിരിക്കുന്നത് കേരളത്തിന്റെ നേട്ടമാണെന്ന്, അതിന്റെ ഒരു ഒരു സ്വാഭാവിക ചെലവാണ് പെൻഷന്റെ ചെലവ് വർധനവ് എന്ന് പറയുന്നത്. അപ്പൊ പെൻഷൻ പ്രായം കൂട്ടുന്നതിന് ആ അർത്ഥത്തിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അതേസമയം ഒരു പ്രശ്നമുള്ളത്, കേരളത്തില് ഒരു 3.5 ലക്ഷം
3.25 ലക്ഷം പേര് സർക്കാർ മേഖലയിലെ ജീവനക്കാരാണ്. ഒരു 1.25 ലക്ഷം പേര്, 1,20,000 പേര് എയ്ഡഡ് സെക്ടറിലെ ജീവനക്കാരാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരു 75,000 പേര് ഉണ്ടാവും. ഈ സ്ഥലങ്ങളിൽ എയ്ഡഡ് സെക്ടറിൽ ഒഴിച്ചു നിർത്തിയാൽ, എയ്ഡഡ് സെക്ടറിൽ സംവരണം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ സംവരണം അവിടെ കൊണ്ടുവരണതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെ ആലോചിക്കുന്നതാണ്. പക്ഷേ ബാക്കിയുള്ളത് ഇപ്പോഴും പിന്നാക്ക വിഭാഗങ്ങളുടെ ഒരു അത്താണിയാണ്. കാരണം ഈ നവവ്യവസായങ്ങൾ എന്ന് പറയുന്നതിലേക്ക് പോകാനുള്ള ഒരു മൊബിലിറ്റി കൈവരുന്നതേ ഉള്ളൂ ആ വിഭാഗത്തിന്. അതുകൊണ്ട് സർക്കാർ ജീവനം എന്ന് പറയുന്നത്, സർക്കാർ തൊഴിൽ എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനും ഇപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഒരു അപ്വേർഡ് മൊബിലിറ്റിയുടെ ഇനിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്കാർ തൊഴിലുകളാണ്. അപ്പൊ അത് പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്ന തരത്തിൽ അത് ചെയ്യുന്നത് തെറ്റായിരിക്കും. ഒരു ചോദ്യം കൂടി, ഇത് എത്രത്തോളം പ്രസക്തമാണെന്ന് അറിയില്ല, ഞാൻ കൂടെ ചോദിക്കുന്നുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, ഈ PSU നമ്മള് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണമെന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉന്നത വിദ്യാഭ്യാസമാണല്ലോ. ഈ സർക്കാർ കയറിയ നാളെ തൊട്ട് മന്ത്രിസഭ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ തർക്കം നടന്ന ഒരു വിഭാഗം കൂടി ആയിരിക്കാം ഉന്നത വിദ്യാഭ്യാസം. പല വർഗ വിഭാഗങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ തരത്തിലും കൂടി ഇതിനെ കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം. ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ട് റീസ്ട്രക്ചറിങ്ങിനെ സംബന്ധിച്ച് വർത്താനം പറയുമ്പോഴത്തേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള സമൂഹത്തെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ പദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുതുയുഗത്തിലേക്ക് നയിക്കുക എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം. അത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആകണമെങ്കിൽ ഹയർ എഡ്യൂക്കേഷനകത്ത് നമുക്ക് അത് അനുസരിച്ചുള്ള കോഴ്സുകളുടെയും കോമ്പിനേഷനുകളുടെയും മാറ്റം വരുത്തണം. അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ വരണം. നമ്മുടെ സർവകലാശാലകളിലും നമ്മുടെ കോളേജുകളിലുമെല്ലാം ഈ സംവിധാനം വരണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ്മെന്റ് വരണ്ടേ? വലിയ ലാബുകൾ വരണം, വലിയ AI സംവിധാനങ്ങൾ വരണം, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ വളരെ സംവിധാനങ്ങൾ വേണം, അതിനകത്ത് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവണം. ഇതില്ലാതെ നടക്കില്ല. ഇതിനുള്ള പണം നിങ്ങൾ എങ്ങനെയാ കണ്ടെത്തുക? അതിന് നിങ്ങൾ എങ്ങനെയാ, ഞാൻ പറയാം, നമ്മൾ റോഡ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു മുതലാളി കാർ മേടിച്ചിട്ട് ഓടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബസ് മേടിച്ചിട്ട് സർവീസ് നടത്തുമായിരിക്കും. പക്ഷെ റോഡ് ഉണ്ടാക്കിയിട്ടൊരു മുതലാളി സർവീസ് നടത്തില്ല. സോ നിങ്ങൾ നിങ്ങളുടെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്, ഒരു സെഗ്മെന്റിലേക്ക് നിങ്ങൾക്കൊരു കണക്ടിവിറ്റി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൊണ്ടുവന്നേ മതിയാകൂ. ആ പബ്ലിക് എക്സ്പെൻഡിച്ചറുള്ള മാർഗത്തെ നിങ്ങൾ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞിട്ടാണോ? അടുത്ത കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഓഫ് പ്രിയോറിറ്റി ആയിട്ട് കിഫ്ബി നിർവചിച്ചു വെച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ്. അതിനെയാണ് നിങ്ങൾ തകർക്കാൻ പോകുന്നത്. എന്ത് പറഞ്ഞിട്ട്? ഫിക്കേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇത് കടങ്ങും. അവര് പിടിക്കുകയാണെങ്കിൽ നമ്മളൊരു വേറെ വഴി കണ്ടുപിടിക്കണമെന്ന് എന്നുള്ളത്, അത് തന്നെ ഇല്ലാണ്ടാക്കുന്നതിനെ കുറിച്ചും ഫാൾസ് നാരേറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാലോ? സോ ഇവർക്ക് പരിപാടിയില്ല. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് വലിയ മാറ്റം വരണം, പുതിയ കോഴ്സുകൾ വരണം, ഇന്റർനാഷണൽ സ്കോളേഴ്സുകൾ വരണം, അത്തരത്തിലുള്ള റിസർച്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസർച്ചിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് വേണ്ടേ? ആ ഡെഫിസിറ്റ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ അടച്ചു. എന്നിട്ട് പറയുന്നത് ഈ കടമെടുപ്പൊക്കെ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പഞ്ചായത്ത് കടമെടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് പഞ്ചായത്തുകൾ കടമെടുക്കുക, അതെല്ലാം പഞ്ചായത്തുകളെ നല്ലൊരു പങ്കും മുനിസിപ്പാലിറ്റികളായിട്ട് കൺവെർട്ട് ചെയ്ത് മുനിസിപ്പൽ ബോണ്ടുകൾ ഇറക്കി, ആ മുനിസിപ്പൽ ബോണ്ടുകൾ ഇറക്കാനുള്ള മനുഷ്യ വിഭവശേഷിയായിട്ട് കിഫ്ബിയിലെ മനുഷ്യ വിഭവത്തെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന്, ബഡ്ജറ്റിന് പുറത്ത് ഇങ്ങനെ വായ്പ എടുക്കണം എന്നുള്ളത്, അത് ഏത് ടയർ എടുക്കണം എന്നുള്ളതിലേ ഇപ്പൊ സംശയമുള്ളൂ. അത് പഞ്ചായത്ത് എടുക്കണോ, മുനിസിപ്പാലിറ്റി എടുക്കണോ, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു കോർപ്പറേറ്റ് ബോഡി എടുക്കണോ എന്നുള്ളതേ തർക്കമുള്ളൂ. പഞ്ചായത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തുകൾ ഇതെടുത്തിട്ട് മുതൽ മുടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രാപ്തി കൈവരിക്കുന്നത് എപ്പോഴായിരിക്കും? കേരളത്തിൽ ഒരു കോർപ്പറേഷന് പോലും മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് പൈസ വാങ്ങാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഗണ്യമായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു തരം ബൊറോയിങ് സംവിധാനത്തിനെ തകർത്തിട്ടത് പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകണമെന്നും ഈ സംവിധാനത്തിന്റെ ശേഷി അവിടെ കൊണ്ടുപോകണമെന്നും പറയുന്നത്. അപ്പൊ അത് വേണ്ടെന്നല്ല പറയുന്നത്, വേണം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് പണമെടുത്ത് ഈ ഹയർ എഡ്യൂക്കേഷന്റെയും AI-യുടെയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെയും അതിനാവശ്യമായിട്ടുള്ള എനർജിക്കും വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് നമുക്ക് ഈ സമീപകാലത്ത് സാധിക്കുമെന്നാണോ കരുതുന്നത്? അപ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ. ഇപ്പം
ആ ഫിലോസഫി ബഡ്ജറ്റിനകത്ത് FRBM അടിച്ചേൽപ്പിക്കുന്ന കൺസ്ട്രെയിൻസിനെ മറികടക്കുന്നതിനുള്ള മാർഗം വേണം എന്നത് തത്വത്തിൽ ഈ ഡോക്യുമെന്റ് അംഗീകരിക്കുകയാണ്. അത് ഏത് ടയർ അംഗീകരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം. അതിൽ അപ്രായോഗിക സമീപനം സ്വീകരിക്കുകയാണ്. അത് ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമുള്ളത്. കാരണം ഹയർ എഡ്യൂക്കേഷൻ ആണ് കിഫ്ബി നിർവചിച്ച അടുത്ത പ്രധാനപ്പെട്ട മേഖലയായി കിഫ്ബി നിർവചിച്ചത്. അതിന്റെ ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനെ നിരാകരിക്കുക. അതിനെ നിരാകരിച്ചിട്ട് നിങ്ങൾ എവിടുന്ന് ഈ പണം കണ്ടുപിടിക്കാൻ പോകുന്നത്? എവിടെ നിന്നാണ് ഈ പണം കണ്ടുപിടിക്കാൻ പോകുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഡിസ്ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ അത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഡിസ്ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ? സർവകലാശാലകൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് പറയുന്നത്. വിഷനില്ല. കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചോ അത് മുന്നോട്ട് പോകേണ്ട വഴിയെക്കുറിച്ചോ അതിനാവശ്യമായുള്ള ധനതന്ത്രത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതെ പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരുപറ്റം വസ്തുതകളും ഒരുപറ്റം കണക്കുകളും വെച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമായിട്ട് അത് ഹോളപത്രം മാറിയിരിക്കുകയാണ്. അവസാനമായിട്ട് പ്രസ് മീറ്റിൽ സതീശൻ ഉന്നയിച്ച ഒരു ആരോപണം, ഈ കഴിഞ്ഞ കാലയളവില് ശമ്പള പരിഷ്കരണം കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിലും പേ കമ്മീഷൻ വയ്ക്കാതെ അത് നീട്ടിക്കൊണ്ടുപോയി ഈ സർക്കാരിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് അദ്ദേഹം കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് ആരാണ്? എല്ലാ 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണം കഴിഞ്ഞാൽ ആ 5-6ാമത്തെ വർഷത്തിൽ ശമ്പള പരിഷ്കരണത്തിന്റെ ബാധ്യത 1-ാം വർഷം വരും. അതൊരു സൈക്ലിക് ഇമ്പാക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അത് താഴേക്ക് വരും. 2021 നടപ്പിലാക്കിയത് 21-26 സർക്കാരാണ് കൊടുത്തത്. അത് താഴേക്ക് വന്നു. ഇനിയും അങ്ങനെയാണ്. നിങ്ങൾ കഴിഞ്ഞ 25 കൊല്ലത്തെ കഥ എടുത്ത് നോക്കിക്കോളൂ. 25 കൊല്ലത്തെ കഥ എടുത്ത് നോക്കിയാലും ശമ്പള പരിഷ്കരണത്തിന്റെ ബാധ്യതകൾ ഇങ്ങനെ സർക്കാർ തുടർച്ചയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് 10 വർഷത്തിലൊരിക്കലും മതി. സോ അതാണ് ചർച്ച ചെയ്തു. അത് കേരളത്തിൽ ചർച്ച ചെയ്യട്ടെ. കേരളത്തിനകത്ത് ചർച്ച ചെയ്യട്ടെ. കേരളത്തിനകത്ത് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും പൊതുസമൂഹവും ചർച്ച ചെയ്തിട്ട് അതല്ല കോൺഗ്രസിന്റെ ഹിമാചൽ സർക്കാർ ചെയ്തതുപോലെ 30% ശമ്പളം വെട്ടിക്കുറയ്ക്കണം. അങ്ങനെയാണോ നിങ്ങൾ കേരളത്തിലെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പോകുന്നത്? പറയട്ടെ. ശമ്പളം 15-ാം തീയതി കഴിഞ്ഞിട്ടും കർണാടകത്തിൽ കൊടുത്തിട്ടില്ല. 20-ാം തീയതി ആയിട്ട് കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തെലങ്കാന, ഇന്ത്യയിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റേറ്റ്സ്, കൊടുത്തില്ല. ശമ്പളം കൊടുക്കുന്നില്ലല്ലോ. ആനുകൂല്യങ്ങളെ കുറിച്ച് നിങ്ങൾ മറന്നേക്കുന്നല്ലേ രേവന്ത് റെഡ്ഡി പറയാം. ഇതാണോ നിങ്ങളുടെ വഴി? അപ്പോ ശമ്പള പരിഷ്കരണം കേരളത്തിൽ കഴിഞ്ഞ 20 കൊല്ലം 25 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ പ്രാക്ടീസ്. അത് പുതുതായിട്ട് ബാലഗോപാൽ സതീശൻ എന്ന് പറയുന്ന ധനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് എടുത്തു വെച്ചു എന്നൊക്കെ പറയുന്നത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. അതാണ് രീതി. അതാണ് സർക്കാർ തുടർച്ചയാണ് എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യത്തോട് സർക്കാർ തുടർച്ചയായത് കാരണം പിണറായി വിജയന്റെ തലയിലേക്ക് 1-ാം പിണറായി വിജയൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എന്നുള്ളതേ ഉള്ളൂ. അതങ്ങനെയാണ്. അതാണ് അതിന്റെ രീതി.